ശ്രീദേവി, ശ്രീദേവി, എന്താ? എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് എന്തു പറ്റി? ഒന്നുമില്ല. ആദ്യത്തെ സ്ട്രൈക്കിന് തന്നെ ഒരു 5 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കുന്നതാണല്ലോ. എന്തോ ശ്രീദേവിയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയുണ്ട്. ആരാ നോക്ക്. ഹലോ, ഞാൻ വിനോദാണ്. റോങ് നമ്പർ. എന്റെ കളിയാ. ആരാ? റോങ് നമ്പറാ. ശ്രീദേവിക്ക് എന്താ അസുഖമില്ലേ? നമുക്ക് പിന്നെ കളിക്കാം. വോയിസ്. വണക്കം അയ്യാ. വണക്കം. വണക്കം. വണക്കമ്മ. ആ, രമ എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ ഡോക്ടർ. അമ്മ എന്തി? അമ്മയത്തെ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഡോക്ടർ? സിന്ധുവോള് വന്നില്ലേ? കാർ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അല്പ ഫീവർ ഉണ്ടായിരുന്നു. തണുപ്പത്തോടി നടന്നിട്ടാ. ഏതായാലും ഇവിടെ നിർത്തണ്ട. വരുമ്പോ തന്നെ ഡ്രൈവറോട് പറഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. ഞാൻ അല്പം ലേറ്റ് ആവും. ശരി ഡോക്ടർ. എടാ വിനോദേ, പഴയ കാര്യങ്ങൾ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. നടന്നു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയല്ല. ഇതുവരെ ഞാൻ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ താളം പോലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. എന്ത് ലക്ഷ്യമെന്നാണ് നീ പറയുന്നത്? എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ചേ ഞാൻ അവിടുന്ന് പോകൂ. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അവളുടെ കയ്യിലൊരുത്തൻ സ്പർശിച്ചതിനാടാ ഞാൻ ജയിലിൽ പോയത്. കയ്യിൽ സ്പർശിച്ചതിനോ? വാസ്തവത്തിൽ അന്ന് എന്താടാ ഉണ്ടായത്? എന്റെ സ്വപ്നവും സ്വർഗവും എല്ലാം അവളായിരുന്നടാ. അവൾ മാത്രം. ഈ ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുത്തശ്ശി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെന്തിനാ വിശ്വസിച്ചത്? അച്ഛനോട് എന്നാ വീണു സംസാരിക്കുന്നത്? അത് പറ. എന്റെ അമ്മ ഒന്നിങ്ങ് വന്നോട്ടെ കൊച്ചേ. എനിക്ക് ആ പേടിയാവുന്നു. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതല് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. പിന്നെന്താ? ഞാൻ പോകുന്നു. വാ, വീട്ടിലേക്ക് വാ. ആരുമില്ല. അയ്യടാ. എടി, അതും ഒരിക്കടി. നിനക്കൊക്കെ എന്താ ഇവിടെ പുറത്തു കാര്യം? അവരെന്നെ കണ്ടങ്ങ് നിന്നതല്ലേ. അച്ഛനില്ലാത്തപ്പോ ഇവിടെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെന്താ ശ്രീദേവി അങ്ങനെ പറഞ്ഞത്? അച്ഛനില്ലാത്തപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അച്ഛനില്ലാത്തപ്പോ എന്ത് സംസാരിക്കാനാ? ഞാനിവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. നിങ്ങൾ 3 പേരുണ്ടല്ലോ, മൊത്തമായിട്ട് എന്താണെന്ന് വെച്ചാ ഇറങ്ങൂടെ പുറത്ത്.
എന്നെ വഞ്ചിച്ചവളെ കൊന്നുവന്ന ആത്മശാന്തിയോടെ ഞാൻ ജയിലിലേക്ക് മടങ്ങും. വിനോദ്, വേണ്ട, ഇതെന്റെ പ്രതിജ്ഞയാ. ഞാനത് നിറവേറ്റും. വൃദ്ധനായ ആ മനുഷ്യനെങ്കിലും അവളുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തേ. ആരെ അറിയിക്കാൻ നടക്കായിരുന്നു ഡോക്ടർ? അതിന് ഇയാൾക്ക് എന്ത് അസുഖമാണെന്നാണ് മിസ്റ്റർ വർമ്മ പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോക്ടർ. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാൻ. 2-3 ദിവസമായി പുള്ളിക്കാരത്തേക്ക് വലിയ ചേഞ്ചാ. അതെ, കൂടുതൽ ശ്രദ്ധിക്കുന്നുകൊണ്ടുള്ള തോന്നലാ. വേണ്ട, ഞാൻ എടുക്കാം. ഹലോ, ഞാൻ വിനോദാണ്. വിനോദ്, ദിസ് ഈസ് 6164. നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ആരാ? ഏതോ ഒരു വിനോദ്. റോങ് നമ്പറാ. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. മോളെ കോൺവെന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടതാ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ആ, ശ്രീദേവി, ആളുകളെ ചുമ്മാ പേടിപ്പിക്കരുത്. വേഗം വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടുപോയി. ഐ എം ഓൾറൈറ്റ് ഡോക്ടർ. വരട്ടെ. ആ, ഹലോ, റോങ് നമ്പർ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ. ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതൽ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. കുളിരടി കുറുമ്പ്. ആരോ മുതലാളിയെ കാണാൻ വന്നിരിക്കുന്നു. മുതലാളി എന്നെയോ ചോദിച്ചാ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കാണെന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? ശ്രീദേവി ഉണ്ടോ? മുതലാളിയില്ല, കൊച്ചമ്മയില്ല, പുറത്തുപോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. കൂനി വിറയ്ക്കാതെ അയാള് പോയി. താനിന്നനാ തന്നന്നനാ താനിന്ന തനനാ. കുഞ്ഞെവിടെ?
വരണം സാർ. സാറെവിടെ? മുകളിലുണ്ട്, വരൂ. എന്തൊരു വിളിരപ്പോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. എസ്റ്റേറ്റിലേക്ക് പോണല്ലേ? ജഗദീഷിന് ബുദ്ധിമുട്ട് തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാനും കൂടെ വരാമെന്ന്. അവിടെ കയറ്റവും ഇറക്കമൊക്കെയാ, ശ്രീദേവിക്ക് സാധിക്കില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എസ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ എന്താ പ്രയാസം? ജഗദീഷ് ആയതുകൊണ്ടാ എനിക്കൊരു സമാധാനം. ഏതായാലും ഇന്ന് പോകണ്ട. ഇന്ന് അവിടെ പ്രത്യേകിച്ച് ആരുമില്ല. അതെന്താ? ഇന്ന് നാളേക്ക് ലീവല്ലേ? ഓ, അത് ശരി. എനിക്ക് ലീവ് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തു പറ്റി ജഗദീഷ്? വീട്ടിൽ നിന്ന് അമ്മയുടെ എഴുത്തുണ്ടായിരുന്നു, ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന്. മാഡം വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്.